നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടത്. ഇറാനെ നടുക്കുന്ന വാർത്ത തന്നെയായിരുന്നു ഈ മരണം. തൊട്ടു പിന്നാലെ ചില സംശയങ്ങൾ ശക്തമായിരുന്നു. ഇസ്രായേലാണോ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നായിരുന്നു ആ സംശയങ്ങൾ. കാരണം സംശയത്തക്ക സാഹചര്യമാണ് നിലവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉന്നതർ ഉന്നയിച്ചതാണ്. ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കോപ്റ്റർ അപകടത്തിന് പിന്നിൽ ബദ്ധശത്രുവായ ഇസ്രായേലിന് പങ്കുണ്ടോ എന്ന സംശയം ബലപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ ആ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ആ മറുപടിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. റൈസിയെ വകവരുത്താൻ തക്ക ശത്രുതയുള്ളവർ ഇറാനിലുണ്ട്. 1988 5000-ലധികം രാഷ്ട്രീയ തടവുകാർക്ക് വധശിക്ഷ വിധിച്ച 4 അംഗ ജഡ്ജിമാരുടെ സംഘത്തിൽ റൈസിയും ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള സംശയങ്ങൾക്കൊക്കെ അടിവര ഇട്ടുകൊണ്ടുള്ള ഒരു മറുപടിയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മോശം കാലാവസ്ഥയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സംഭവത്തിൽ പങ്കില്ല എന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിന് പിന്നാലെ ഇറാനുമായുള്ള ശത്രുത വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഹമാസിന് പ്രിയപ്പെട്ടവനാണ് റൈസി. ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കും ആയുധവും പരിശീലനവും ഇറാൻ നൽകുന്നു. കഴിഞ്ഞ മാസം ദമാസ്കസിൽ ഇറാനിയൻ ജനറലിന് ഉൾപ്പെടെ ഇസ്രായേൽ വധിച്ചിരുന്നു. ഇറാൻ ഇസ്രായേലിൽ മിസൈൽ ആക്രമണവും നടത്തി. ആണവായുധ പദ്ധതി അമേരിക്കയുടെ കണ്ണിലെ കരടാണ് റൈസി. അതേസമയം റൈസി സഞ്ചരിച്ചത് ബെൽ 212 കോപ്റ്ററിലാണ്. 1960-കളിൽ കനേഡിയൻ മിലിറ്ററി വികസിപ്പിച്ചതാണിത്. US കമ്പനിയായ ബെൽ ഹെലികോപ്റ്ററാണ് നിർമ്മാണം. മോശം കാലാവസ്ഥയിൽ സുരക്ഷിതമല്ല. ചെറിയ മഴയുള്ള ലെവൽ 1 കാലാവസ്ഥയിലെ ഉപയോഗിക്കാനാവും. ഏറ്റവും മോശം കാലാവസ്ഥയായ ലെവൽ 5-ലാണ് കോപ്റ്റർ തകർന്നത്. 2018 ഇറാനിലും 2023 UAEയിലും ബെൽ 212 കോപ്റ്ററുകൾ തകർന്നിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിന് ഇരയായ ഇറാൻ പ്രസിഡന്റ് സെയ്ദ് ഇബ്രാഹിം റൈസിയും ഒപ്പമുണ്ടായിരുന്നവരും ദുരൂഹതകൾ ബാക്കിയാക്കിയാണ് മരിച്ചിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളാഹിയാനും പ്രവിശ്യ ഗവർണറും 4 ഉദ്യോഗസ്ഥരും 2 പൈലറ്റുമാരും ഉൾപ്പെടെ കോപ്റ്ററിലെ 9 പേരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിരുന്നു. ഇടക്കാല പ്രസിഡന്റായി മുഹമ്മദ് മൊക്ബറിനെ നിയമിച്ചു. ഇപ്പോൾ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചിരിക്കുന്നത്. 50 ദിവസത്തിനകം പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കും. പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയുമായി അടുപ്പമുള്ളയാളാണ് ഇദ്ദേഹം. ആണവ ചർച്ചകളിൽ ഇറാന്റെ പ്രതിനിധിയായിരുന്ന അലി ബാഗേരിയെ ഇടക്കാല വിദേശകാര്യ മന്ത്രിയായി നിയമിച്ചിരിക്കുകയാണ്. റൈസിയുടെ സംസ്കാരം ഇന്ന് തബ്രീസ് നഗരത്തിൽ നടക്കും. രാജ്യത്ത് 5 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഖമേനിയുടെ മാനസപുത്രനായിരുന്ന റൈസി അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. സിറിയയിലും ലബനനിലും 3 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഉൾപ്പെടെ ലോകരാജ്യങ്ങൾ അനുശോചിച്ചു. ഞായറാഴ്ചയാണ് കനത്ത മൂടൽമഞ്ഞിൽപ്പെട്ട് റൈസിയുടെ കോപ്റ്റർ കിഴക്കൻ അസർബൈജാനിലെ പർവ്വത പ്രദേശത്ത് തകർന്നത്. 3 കോപ്റ്ററുകൾ ഉണ്ടായിരുന്നതിൽ മറ്റു 2 സുരക്ഷിതമായി എത്തി. മഴയും മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തി. തുർക്കിയുടെ ഡ്രോൺ ഹെലികോപ്റ്ററിൽ നിന്നുള്ള താപ സിഗ്നലുകൾ പിടിച്ചെടുത്തതാണ് രക്ഷാസംഘങ്ങളെ അപകട സ്ഥലത്ത് എത്താൻ സഹായിച്ചത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.